കാണാൻ നല്ല മൊഞ്ചുള്ള മോമോസ്, കഴിക്കാനോ ഭയങ്കര ടേസ്റ്റും. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. മൈദ തന്നെ വേണമെന്നില്ല, ഗോതമ്പ് മാവായാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൂടി നമുക്ക് മോമോസിന് വേണ്ടിയിട്ടുള്ള മസാല മിക്സും കൂടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു പാനിലേക്ക് കുറച്ച് ക്യാരറ്റും ക്യാബേജും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് സ്പ്രിംഗ് ഓണിയനും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുള്ള കുറച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ബൗൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സോയ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വഴന്ന് വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം, നല്ലൊരു ഫ്ലേവറിനായിട്ട്. ഇത്രയേ ഉള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാല മാറ്റി വെക്കുക, നല്ലോണം ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു മാവുണ്ടല്ലോ, ഇതുപോലെ 2-3 ഉരുളകളാക്കിയിട്ട് വലുതായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ടൊരു കുക്കി കട്ടറോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു സൈസിലൊന്ന് മുറിച്ചെടുക്കണം. ഇനി ഓരോന്നും ഷേപ്പ് ചെയ്തെടുക്കാം. ഈ കാണുന്ന സ്റ്റൈലിലൊക്കെ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്നും അറിയില്ല, ഇല്ലെങ്കിൽ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും മോമോസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഷേപ്സൊക്കെ കാണുന്ന സമയത്ത് കഴിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇനി ഇതിൻ്റെ 2 സൈഡും കൂടെ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ വേറൊരു ഷേപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റൈലിലാട്ടോ നമ്മൾ നോർമലി മോമോസ് കാണാറുള്ളത്. ഇവിടെയൊക്കെ ഇതുപോലെ 2 സൈഡിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരേ സമയത്ത് ഇതിൻ്റെ 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഇനി മോമോസ് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് സ്നാക്സ് വേണമെങ്കിലും ഏത് മസാല വേണമെങ്കിലും ഈ രീതിയിലുള്ള ഷേപ്സിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഫ്രൈ ചെയ്തെടുത്താലും ഒരു കുഴപ്പമില്ല. ഇനി മോമോസ് തന്നെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. സത്യത്തിൽ ഈ ഒരു ഷേപ്പാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കാണാനൊരു മൂങ്ങ പോലെയല്ലേ, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. വേറെ കുറേ മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ടും കുറേ അധികം ഓയിലൊന്നും നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ടും ഇനി ഈ ഒരു ഷേപ്പ് തന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണോണ്ടും കമ്പാരിറ്റീവ്ലി നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് വെച്ചിട്ടും ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ചെറിയൊരു ഫ്ലേവർ ചേഞ്ച് ഉണ്ടാവുന്നേ ഉള്ളൂ, അത് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അടയ്ക്കൊക്കെ മടക്കി കൊടുക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇനി അതിൻ്റെ 2 അറ്റവും കൂടെ വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മോമോസൊക്കെയും ഈ ഒരു സമയത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം വരെ കേടാവാതിരിക്കുകയും ചെയ്യും. വേണ്ട സമയത്ത് ഡീഫ്രോസ്റ്റ് ചെയ്ത ശേഷം ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതൊക്കെ റെഡിയായ ശേഷം നമ്മൾ ഒരു തട്ടിൽ വേണമെങ്കിൽ മാത്രം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഓരോ മോമോസും അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 to 15 മിനിറ്റ് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല തായ് റെഡ് ചില്ലി സോസിൽ മുക്കിയിട്ട് കഴിക്കാം.